യമനിലെ ഹൂതികളെ ആക്രമിക്കാനുള്ള അമേരിക്കയുടെ അതീവ രഹസ്യ സന്ദേശങ്ങൾ ചോർന്നു. ട്രംപ് ഭരണകൂടത്തിലെ ഉന്നതർ അടങ്ങിയ ഗ്രൂപ്പിൽ മാധ്യമപ്രവർത്തകനെ ഉൾപ്പെടുത്തിയതാണ് വിവരങ്ങൾ ചോരാൻ കാരണം. വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നുണ്ട്. മധു കൊട്ടാരക്കര, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? മധു കൊട്ടാരക്കര. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. US ഭരണകൂടത്തിലെ ഉന്നതർക്ക് വളരെ ഗുരുതരമായ ഒരു കയ്യബദ്ധം പറ്റിയിരിക്കുകയാണ്. യമനിലെ ഹൂതികൾക്കെതിരെയുള്ള സൈനിക നീക്കമൊക്കെ ചർച്ച ചെയ്തത് ഇപ്പോൾ ലീക്കായിരിക്കുകയാണ്. വളരെ രഹസ്യ സ്വഭാവമുള്ള ക്ലാസിഫൈഡ് വിവരങ്ങൾ ചർച്ച ചെയ്ത ഒരു ഗ്രൂപ്പിൽ അറിയാതെ ഒരു മാധ്യമ പ്രവർത്തകനെ ഇവർ ആഡ് ചെയ്തിരുന്നു. അത് ഈ ദ അറ്റ്ലാന്റിക് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിലെ എഡിറ്റർ ഇൻ ചീഫായ ജെഫ്രി ഗോൾബർഗ് ആയിരുന്നു ഈ ഗ്രൂപ്പിന്റെ ഭാഗമായത്. ഹൂത്തി പീസ് സ്മോൾ ഗ്രൂപ്പ് എന്ന പേരിലുള്ള ഈ ഗ്രൂപ്പിൽ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ് ഈ ഹൂതികൾക്കെതിരെ നീങ്ങുവാൻ ഒരു ടൈഗർ ഗ്രൂപ്പ് US സൈന്യം ഉണ്ടാക്കുവാൻ നിർദ്ദേശിച്ചായിരുന്നു. അതേസമയം ഈ മാർച്ച് 15 മുതൽ നമുക്കറിയാം ചെങ്കടൽ ഭാഗത്ത് ഹൂതികൾക്കെതിരെ വളരെ ശക്തമായി നീങ്ങുവാൻ ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇത് കൂടാതെ ഇവരെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് പിന്മാറണമെന്ന് ഇറാന് ട്രംപിന്റെ മുന്നറിയിപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അമേരിക്കയുടെ ഈ സൈനിക നടപടി ആരംഭിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ വിവാദമായ ഈ സിഗ്നൽ ആപ്പിന്റെ ചാറ്റ് ഗ്രൂപ്പിൽ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതായത് അമേരിക്കയുടെ ലക്ഷ്യങ്ങളും ഉപയോഗിക്കുന്ന ആയുധങ്ങളും ആക്രമണത്തിന്റെ ഓരോ കാര്യങ്ങളും ഒക്കെ വിശദമായി കൊടുത്തിരുന്നു. തന്നെയുമല്ല ശ്രീജിത്ത്, ഇതിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, CIA ഡയറക്ടർ ജോൺ, അതുപോലെ ഇന്റലിജൻസ് മേധാവി തുൾസി ഗബാർഡ്, സൂസി വൈൽസ് തുടങ്ങിയ ട്രംപ് ഭരണകൂടത്തിലെ ഉന്നതരെല്ലാം ഉണ്ടായിരുന്ന അതീവ രഹസ്യ ഗ്രൂപ്പായിരുന്നു ഇത്. ദേശീയ സുരക്ഷാ വീഴ്ചയും നിയമലംഘനവുമാണ് നടന്നതെന്ന് ഡെമോക്രാറ്റിക് പാർട്ടി ആരോപിച്ചു. തന്നെയുമല്ല US കോൺഗ്രസ് ഇത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് മാധ്യമ പ്രവർത്തകരെ ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ കാണുമ്പോൾ എന്നാൽ ഒരു കൃത്യമായ ഒരു ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ശ്രീജിത്ത്. ശരി, മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.